നമസ്കാരം. ആർ ജെ അഭിനവാണ്. സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് FM കാലിക്കറ്റ് സ്റ്റേഷനിൽ നിന്ന്. ഇപ്പോൾ ഈയിടെയായിട്ട് നമ്മൾ റെഗുലറായിട്ട് കുറേ ടേംസ് കേൾക്കുന്നുണ്ട് റിഗാർഡിങ് കോസ്മെറ്റോളജി അല്ലെങ്കിൽ സ്കിൻ എസ്തെറ്റിക്സ് ഇതിനെ സംബന്ധിച്ച് കുറേ ട്രീറ്റ്മെൻറ്റ്സിനെ പറ്റിയിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്, കുറേ സ്കിൻ കണ്ടീഷൻസിനെ പറ്റിയിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടേമാണ് മെലാസ്മ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഓൾ അബൌട്ട് മെലാസ്മ ആൻഡ് ഇതിൻ്റെ ഒരു കണ്ടീഷൻ എന്താണ്, ആൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പിഗ്മെൻറ്റേഷൻ ഇഷ്യൂസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ കോസസ്, സിംറ്റംസ്, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് തുടങ്ങി ഇതിനെപ്പറ്റി മൊത്തം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ, നമ്മളിന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ റെഡ് FMൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ ജെനി മാത്യു ആണ്, ലീഡിംഗ് ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് സ്കിൻ എസ്തെറ്റിക്സ് സ്പെഷ്യലിസ്റ്റ് ഇൻ കാലിക്കറ്റ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡോക്ടറെ അടുത്ത് തന്നെ ചോദിച്ചിട്ട് അറിയാം. അപ്പോൾ ഡോക്ടർ ആദ്യം ഡോക്ടറെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഹായ്, ഞാൻ ഡോക്ടർ ജെനി മാത്യു ഫ്രം ലിസ സ്കിൻ ക്ലിനിക് എസ്തെറ്റിക് സെൻറ്റർ. സോ ഡോക്ടർ, ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ മെലാസ്മ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു കോസസ് എന്തൊക്കെയാണ്, ആൻഡ് ഈ ഒരു കോസസ് വരാൻ സാധ്യത കൂടുതൽ എങ്ങനെയുള്ള സ്കിൻ കണ്ടീഷനിലുള്ള ആളുകൾക്കാണ്? നമുക്കറിയാം, മെലാസ്മ ഇന്ന് വളരെ കോമൺ ആയിട്ടുള്ളൊരു പിഗ്മെൻ്ററി ഡിസീസാണ്. അത് കൂടുതൽ ഫീമെയിൽസ്, സ്ത്രീകളിലാണ് കൂടുതൽ കാണുക. അത് കൂടുതൽ ഒരു ഏജ് കൂടുമ്പോൾ ഒരു 30s 40s മെലാസ്മ യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കാരണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ മെലാസ്മ ഒരു മൾട്ടി ഫാക്ടോറിയൽ ഡിസീസ് എന്ന് പറയും. അതായത് മൾട്ടിപ്പിൾ കാരണങ്ങളുടെ ഒരു കോമ്പിനേഷനാണ്. അതിലേറ്റവും പ്രൈമറി ആയ ഒരു കാരണം ഉണ്ടാവും, അതിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തുള്ള മറ്റുള്ള കാരണങ്ങളുണ്ടാവും. അതിലേറ്റവും പ്രൈമറി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ലൈറ്റ് എക്സ്പോഷർ. ഇപ്പൊ റീസെന്റ് കൺസെപ്റ്റ് മെലാസ്മയെ പറ്റി എന്താന്ന് വെച്ചാൽ മെലാസ്മ ഇസ് എ ഫോട്ടോ ഏജിങ് ഡിസീസ് എന്നാണ്. അതായത് കുറേ കാലം ക്രോണിക് ആയിട്ട് ലൈറ്റ് എക്സ്പോഷർ വന്ന് സ്കിന്ന് ഡാമേജ് ചെയ്തിട്ടാണ് ഈ മെലാസ്മ വരുന്നത്. നമ്മൾ 1-2 ദിവസം അല്ല, കുറേ കാലങ്ങളായിട്ട്. അതുകൊണ്ടാണ് അതൊരു 30s അല്ല 40s സ്റ്റാർട്ട് ചെയ്യണത്. അപ്പം അത് സൺലൈറ്റിലുള്ള നമുക്കറിയാം ഡിഫറെൻറ്റ് റേഡിയേഷൻസ് ഉണ്ട്. നമുക്കറിയാം അൾട്രാ വയലറ്റ്, നമ്മൾ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ അവെയർ ആണ്. അൾട്രാ വയലറ്റ്, അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഒന്ന് UV ലൈറ്റ്, പിന്നെ ഇൻഫ്രാറെഡ് ലൈറ്റ്സ്. നമ്മൾ പലപ്പോഴും അറിയാണ്ട് പോകുന്നൊരു കാര്യം, ഈ ഇൻഫ്രാറെഡ് ലൈറ്റ് അല്ലെങ്കിൽ ചൂട്, നമ്മൾ സൂര്യൻ്റെ മാത്രമല്ല, നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ വരെയുള്ള ചൂട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ കണ്ടക്സിൽ സ്ത്രീകൾക്ക് പലപ്പോഴും ഇത് കൂടുതലായിട്ട് വരും. നമ്മൾ ഏറ്റവും കൂടുതൽ അവർ കിച്ചണിൽ ഈ ചൂട് എക്സ്പോസ്ഡ് ആണ്, പക്ഷെ അവരത് പ്രൊട്ടക്ട് ചെയ്യുന്നില്ല സ്കിന്നെ. അപ്പോൾ ഇൻഫ്രാറെഡ് ലൈറ്റ് ഒരു കോമൺ കോസാണ്. പിന്നെ ഉള്ളത് ബ്ലൂ ലൈറ്റ്, അത് നമ്മൾ ഫോണിൽ നിന്ന് വരെ വരും. അപ്പോൾ നമ്മൾ പുറത്ത് വെയിൽ കൊള്ളണമെന്നില്ല, സ്ഥിരമായിട്ട് നമ്മൾ കമ്പ്യൂട്ടറും ഇതൊക്കെ യൂസ് ചെയ്യുന്നവർക്കും ഇതിനുള്ളൊരു റിസ്ക് ഉണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പാരമ്പര്യം. ഒരു 50% ആൾക്കാർക്കും പാരമ്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് അത് വരാനുള്ളൊരു ടെൻഡൻസി കൂടുതലായിരിക്കും. പിന്നെ ഹോർമോണൽ ഇഷ്യൂസ്, സ്ത്രീകളുടെ പ്രഗ്നൻസി, അല്ല ഓറൽ കൺട്രസെപ്റ്റീവ് പിൽസ് കഴിക്കുക, തൈറോയിഡ് ഡിസീസ്, PCOD, ഇത് ട്രിഗർ ചെയ്യാനുള്ള മറ്റൊരു കാരണമാണ്. പിന്നെ സ്ട്രെസ് നമുക്കറിയാം കുറേ ഡിസീസ് വരെ അസോസിയേറ്റഡ് ആണ്. മെലാസ്മയുടെ ഒരു 70% വരെ മെലാസ്മ ഉള്ളവർക്ക് ഈ ഡിപ്രഷൻ, ആങ്സൈറ്റി, അത് ആയിട്ടൊരു റിലേഷൻ ഉണ്ട്. അതുള്ളവർക്ക് മെലാസ്മ വരാൻ സാധ്യത കൂടുതലാണ്. മെലാസ്മ ഉള്ളവർക്ക് ഇത് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർകണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മളിത് അറിയേണ്ട ഒരു പ്രൈമറി തിങ് എന്താ വെച്ചാൽ, നമുക്ക് പാരമ്പര്യമുണ്ട് എന്നതുകൊണ്ട് മാത്രം നമുക്ക് മെലാസ്മ വരണമെന്നില്ല. അതിൻ്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ട് ഈ പാരമ്പര്യമുള്ള ഒരാൾ നല്ലോണം വെയിൽ കൊള്ളുക, തീരെ ശ്രദ്ധിക്കുന്നില്ല, അപ്പോൾ അവർക്ക് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ പ്രഗ്നൻ്റ് ആയ ഒരു ലേഡി, അവർ കൂടുതൽ വെയിൽ കൊള്ളുമ്പോൾ അവർക്ക് സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, നമുക്ക് കഴിയുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ മെലാസ്മ. നമുക്ക് ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് കറക്റ്റ് അറിഞ്ഞാൽ നമുക്കിതൊരു പരിധി വരെ നമുക്കിത് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, സോ ഇതിനൊരു സിംറ്റംസ് നമ്മൾ ആദ്യം റെക്കഗ്നൈസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും? ആൻഡ് ഇഫ് അറ്റ് ഓൾ അങ്ങനെ ഒരു നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എടുക്കേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഇതിൻ്റെ സിംറ്റംസ് നമുക്കറിയാം, ഇതൊരു കറുത്ത പാടുകളായിട്ട് യൂഷ്വലി കാണുക കവിളുകൾ, അല്ലെ ഫോർഹെഡ്, ആ ഏരിയ, അല്ലെ ചിലർക്ക് ജോലൈൻ്റെ. അത് സിമെട്രിക്കൽ, 2 ഭാഗം ഒരുപോലെ ഇരിക്കുന്ന ചെറിയ കുത്തുകളല്ല, കുത്തുകളായിട്ട് വരുന്ന കൂടുതൽ ഫ്രെക്കിൾസ് എന്ന് പറയും. അപ്പോൾ ഒരു കുറച്ചും കൂടെ ഒരു ഏരിയ ഉള്ള ഒരു പാടുകളായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ തൊട്ട് ഡാർക്ക് ബ്രൗൺ വരെ കളറിൽ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എല്ലാ കറുപ്പും മെലാസ്മയല്ല, പല തരത്തിലുള്ള കറുപ്പുകളുണ്ട്. അത് ശരിക്കും ഒരു ക്വാളിഫൈഡ് ഡെർമറ്റോളജിസ്റ്റിനാണ് അത് മെലാസ്മ തന്നെ ആണോ എന്ന് ഉറപ്പിച്ച് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് ക്ലിനിക്കലി നമ്മൾ ഡയഗ്നോസ് ചെയ്യും, ചിലപ്പോൾ അതിന് നമുക്ക് അതിൻ്റെ കൂടെ ഡെർമാസ്കോപ്പി അങ്ങനത്തെയൊക്കെ ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, അത് വെച്ച് നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. പിന്നെ അത് ഏത് ലെവലിലാണ് ഈ പിഗ്മെൻറ്റ് വരുന്നത്, അത് നമുക്ക് സ്കിന്നിൻ്റെ പല ലെയേഴ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. അപ്പം അങ്ങനെ ഒരു സിംറ്റംസ് ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് അതിൻ്റെ ഡയഗ്നോസ് കറക്റ്റാണ്, നമുക്ക് മെലാസ്മ ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് ഡെഫിനറ്റ് ആയിട്ടും ഇതൊരു
ആളുടെ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ സെൽഫ് എസ്റ്റീമിനെ ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ആൻഡ് അത് എഫക്റ്റ് ചെയ്യുന്നത് തന്നെ, അപ്പോൾ അത് ഭയങ്കരമായിട്ട് സൈക്കോളജിക്കലി എഫക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനെപ്പറ്റിയും ഒന്ന് അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ എങ്ങനെയാണ് ഇത് ഒരാളുടെ സെൽഫ് എസ്റ്റീമിനെ എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ്. ഇത് ഈ മെലാസ്മ മാത്രമല്ല, സ്കിന്നിനെ ബാധിക്കുന്ന പല ഡിസീസും മെയിൻ പ്രശ്നം ഇത് സ്കിന്നിനേക്കാളും കൂടുതൽ മനസ്സിനെ ബാധിക്കുക. അതിപ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരു പാടായിരിക്കും. ഇപ്പോൾ ചില വൈറ്റ് പാച്ച് ഉള്ളവരുണ്ട്, അവർക്ക് അത് വേറെ ഒരു തരത്തിൽ അവർക്ക് കോംപ്ലിക്കേഷൻ വരുന്നില്ല. അതിൽ മെലാസ്മ എന്ന് പറഞ്ഞാൽ 2 കറുത്ത പാടായിരിക്കും, പക്ഷെ അവരുടെ മൈൻഡിനെയാണ് അത് വല്ലാണ്ട് അവരുടെ സെൽഫ് കോൺഫിഡൻസ് ആണ് പോണത്, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് പോവാണ്. കാരണം ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു കൺസെപ്റ്റ് ഈ മെലാസ്മ അല്ലെ കരിമംഗലം എന്ന് പറയും, അത് കഷ്ടകാലമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ ഒരു ടോക്ക് ഉണ്ട് നമ്മളെ നാട്ടില്. അപ്പൊ ഇത് വരുന്ന എന്തോ ഒരു കഷ്ടകാലം ഉണ്ടായിട്ടാണ്. അപ്പൊ കാണുന്നവരായിരിക്കും ഇവർക്ക് എന്തോ കഷ്ടപ്പാടുണ്ട്, ഇപ്പൊ കാണണല്ല. ഇപ്പൊ പണ്ടത്തെ എല്ലാവരും അവെയർ ആണ് സ്കിന്നിനെ പറ്റിയിട്ട്. അപ്പൊ ഒരാളെ മുഖത്തൊരു കുത്തുണ്ടെങ്കിൽ വരും, അവര് കണ്ടില്ലെങ്കിൽ അടുത്തുള്ള ആളത് കണ്ടുപിടിക്കും. പലരും എന്താ വെച്ചാൽ വേറുള്ളവർ പറഞ്ഞ് സഹി കെട്ടിട്ടാണ് വരുന്നത്, അവർക്കത് പ്രശ്നമല്ല, മനസ്സിലായില്ലേ? അപ്പൊ അവർക്ക് എന്താ വെച്ചാൽ സോഷ്യലൈസ് ചെയ്യാൻ മടി, വേറെ മുഖത്ത് നോക്കാൻ മടി, അപ്പൊ ഭയങ്കരമായിട്ട് അവര് വിഡ്രോൺ ആവും സൊസൈറ്റിയിൽ നിന്ന്. അപ്പൊ ഈ സ്ട്രെസ് വരുമ്പോൾ പിന്നെ മെലാസ്മ കൂടും. അപ്പോൾ അതൊരു സൈക്കിൾ പോലെ പോകും. അപ്പോൾ നമ്മൾ ഒരു ക്ലയൻറ്റ് വരുമ്പോൾ ചിലപ്പോൾ ചെറിയ മെലാസ്മ ആയിരിക്കും, പക്ഷെ അവർ ഇമ്പാക്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അത് എത്രയും പെട്ടെന്ന് എങ്ങനെ മാറ്റി കൊടുക്കാം ആ രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ എത്തി നിൽക്കുകയാണല്ലോ, എന്തൊക്കെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് എന്നുള്ളതാണ് ഒന്ന്. 2, ഇപ്പം എല്ലാം ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആണല്ലോ. സോ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡിന് എന്തെങ്കിലും കൂടുതൽ അഡ്വാൻസ്മെൻറ്റ്സ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ, ഇനി കൂടുതൽ എന്തെങ്കിലും ആയിട്ട് വരാൻ ഇരിക്കുന്നുണ്ടോ? ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് എങ്ങനെയാണ്? ഓക്കെ, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ മെഡിക്കൽ സയൻസ് തന്നെ ഇപ്പോൾ അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മെലാസ്മയ്ക്ക് പണ്ട് അപ്രോച്ച് ചെയ്ത രീതിയിലായിരിക്കില്ല ഇപ്പോൾ അപ്രോച്ച്. ഇപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് തന്നെ മാറിയിട്ടുണ്ട്. നമ്മളൊരു ട്രഡീഷണൽ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് 3 സ്റ്റെപ്പ് ഉണ്ട് പ്രൈമറിലി. ഒന്ന് പ്രിവെൻറ്റ് ചെയ്യുക, പിന്നെ അത് നമ്മൾ കറക്റ്റ് ചെയ്യുക, ഉള്ളത് നമ്മൾ ട്രീറ്റ് ചെയ്യുക, പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രിവെൻഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം നമ്മൾ മര്യാദക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാനുണ്ട്. അത് തന്നെ ശരിക്കും ഒരു സെഷൻ എടുക്കാനുണ്ട്, സൺസ്ക്രീൻ എങ്ങനെ ഉപയോഗിക്കണം. കാരണം പലരും നമ്മളെന്താ പറയുക വളരെ സില്ലി ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഈ സൺസ്ക്രീൻ. അത് യൂസ് ചെയ്യുമ്പോൾ സുഖമില്ല, വൈറ്റ് കാസ്റ്റ് ആണ്. നമ്മൾ ഇത് ചെയ്യാതെ നമ്മൾ എത്ര വിലയുള്ള സിറം വാങ്ങി തേച്ചിട്ട് കാര്യമില്ല. കാരണം ബേസിക്കലി നമ്മൾ ഈ സ്കിന്ന് പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ സൺസ്ക്രീൻ ഞാൻ പറഞ്ഞില്ല, UV, ഇൻഫ്രാറെഡ് അങ്ങനെയൊക്കെ എല്ലാത്തിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന സാധനം. എന്തെങ്കിലും ഒരു സൺസ്ക്രീൻ തേച്ചാൽ പോരാ. അതിൽ ഇൻഗ്രീഡിയൻസ് ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ടോ, ഇൻഫ്രാറെഡ് പ്രൊട്ടക്ഷൻ ഉണ്ടോ, ഇതെല്ലാം നോക്കി അതൊരു ടിൻറ്റുള്ള സൺസ്ക്രീൻസ് ആണ് മെലാസ്മയുള്ളവർക്ക് നല്ലത്. ഇത് ഒരു ഫുൾ ടൈം വെയർ ചെയ്യണം. ഇത് പുറത്തു പോകുമ്പോൾ മാത്രമല്ല, വീടിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് കുക്ക് ചെയ്യുന്ന സ്ത്രീകൾ അവർ രാവിലെ കിച്ചണിൽ കയറി നമ്മൾ ബ്രഷ് ചെയ്യുന്ന പോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെയിലി ഇത് യൂസ് ചെയ്യാന്നുള്ളത്. ബ്രഷ് ചെയ്ത് നമ്മൾ മുഖം കഴുകി നേരെ അങ്ങോട്ട് കയറും. അതിനു മുമ്പ് നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് സൺസ്ക്രീൻ ഇടുക, ഉച്ചയാകുമ്പോഴും ഇറക്കുന്നതിന് പിന്നെ ഇടുക, റിപ്പീറ്റ് ഇടണം. അത് നമ്മളൊരു 2.5 ഫിംഗർ ടിപ്പ് യൂണിറ്റ് ആണ് ശരിക്കും ഒരു ഫേസിനും നെക്കിനും യൂസ് ചെയ്യേണ്ടത്. അത് ശരിക്കും ഇതിൻ്റെ ഇമ്പാക്റ്റ് അറിയാൻ നമ്മളെ കവേർഡ് ഭാഗമില്ല ബോഡി, ഒരു 50 വയസ്സ് ആ കവേർഡ് ഭാഗവും നമ്മുടെ മുഖവും തമ്മിൽ സ്കിന്നിന്റെ ഡിഫറൻസ് ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ എത്രത്തോളം നമ്മളെ സ്കിന്നിൽ ചുളിവുണ്ട്, നമ്മുടെ ബോഡി എന്ത് നല്ലോണം ഇരിക്കുന്നു, നമുക്ക് ഡിഫറൻസ് മനസ്സിലാവും. അത്ര ഇമ്പാക്റ്റ് ആണത് ഈ ലൈറ്റ്. അപ്പൊ മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ടത് ഈ സൺസ്ക്രീൻ മര്യാദക്ക് യൂസ് ചെയ്യും. ഇത് ചെയ്യാണ്ട് നമ്മൾ വേറെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാല് പണ്ട് നമുക്ക് ഇതിന് സ്റ്റിറോയിഡ് ബേസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണ്. സ്റ്റിറോയിഡ്, ട്രെറ്റിനോൺ, ഹൈഡ്രോക്കിനോൺ, അതാണ് ഫസ്റ്റ് ഇതിന് ഇറങ്ങി. ഈ മരുന്ന് കണ്ടുപിടിച്ചതിന് ഇത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് നമ്മൾ ഈ ഡബിൾ എഡ്ജ്ഡ് സ്വാഡ് എന്ന് പറഞ്ഞ പോലെ ഇരിക്കും. കുറച്ച് അങ്ങോട്ടായാൽ പ്രശ്നമാണ്. അത് കറക്റ്റ് ഡോക്ടർ പറഞ്ഞ രീതി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അത്ര ടൈം പീരീഡ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അവർ പറഞ്ഞതനുസരിച്ച് ഇതൊന്നും ചെയ്യാണ്ട് എന്താ വെച്ചാൽ ആൾക്കാർ വാങ്ങിത്തേക്കും. തേച്ചിട്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയി, പിന്നെ റീബൗണ്ടായി കൂടി ഭയങ്കര പ്രശ്നമായിട്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര പിന്നെ ഭയങ്കര മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു മരുന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആസ് ഡെർമറ്റോളജിസ്റ്റ് നമ്മൾ അതിൽ നിന്ന് പതുക്കെ മാറി ഇതിന് വേറെ ഓപ്ഷൻസ് നോക്കുകയാണ്. കാരണം നമ്മൾ ഇത് ഇന്ന രീതിയിൽ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും ആൾക്കാരത് ചെയ്യില്ല. അവർ പോയിട്ട് അവരുടെ സൗകര്യത്തിന് യൂസ് ചെയ്യും, പിന്നെ കോംപ്ലിക്കേഷൻ ആയിട്ട് ചിലപ്പോൾ തിരിച്ചു വരും, പിന്നെ റീബൗണ്ട് ആവും. അപ്പോൾ ആ ഒരു ഇത് നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ക്ലയൻറ്റ് നമ്മളൊരു ഹാം ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ അതെങ്ങനെ നമുക്ക് അത് ചെയ്യാന്നുള്ള രീതി നമ്മൾ ഈ ട്രഡീഷണൽ മെത്തേഡ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ പുതിയ മോളിക്യൂൾസ് ഉണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ. സ്കിന്നിൽ വേറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോളിക്യൂൾസ്, ഇപ്പോൾ ഹൈഡ്രോക്കിനോണിൻ്റെ തന്നെ വേറെ ഓൾട്ടർനേറ്റീവ് ഉണ്ട്. അപ്പോൾ ഈ അഡ്വാൻസ് മോളിക്യൂൾസിന് ഗുണം ഇതിന് വേറെ സൈഡ് ഇഫക്റ്റ് ഇല്ല. ഇപ്പോൾ സ്റ്റിറോയിഡ് യൂസ് ചെയ്യുന്ന പോലത്തെ സേഫായിട്ട് യൂസ് ചെയ്യാം, ലോങ് ടേം യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങനത്തെ മോളിക്യൂൾസ് ഉണ്ട്. അത് പോരാതെ നമ്മളിപ്പോൾ ബേസിക്കലി അപ്രോച്ച് ചെയ്യുന്നത് ഒരു മെലാസ്മ എന്നൊരു ഡിസീസ് അല്ല, ഒരു
ആസ് എ ഹോൾ ഒരു പേഴ്സൺ ഈ മെലാസ്മ വരുന്ന ആളെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലാണ്ട് ഈ ഡിസീസ് അല്ല. അപ്പോൾ അവരെ സൈക്കോളജിക്കൽ ഇമ്പാക്ട് അത് തൊട്ട് നമ്മൾ അവരെ ഹാൻഡ് ഹോൾഡ് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്കൊരു ലോങ് ടേം സപ്പോർട്ട് കൊടുക്കുക ചെയ്യണം. അപ്പോൾ ബേസിക്കലി അവരെ സ്കിൻ ക്വാളിറ്റി, അവരുടെ മുഖത്ത് ഇത് മാത്രമല്ല വേറെ പല പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതേപോലെ അപ്പം ഓവറോൾ അവരെ ഒരു ബെറ്റർ ഇൻഡിവിജ്വൽ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ള ബ്ലെമിഷസ് ട്രീറ്റ് ചെയ്യുക, അണ്ടർ ഡാർക്ക് സർക്കിൾസ് ഉണ്ട് ട്രീറ്റ് ചെയ്യുക, സ്കിൻ ക്വാളിറ്റി മോശമാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ മെലാസ്മയ്ക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ എന്താ ചെയ്യാന്ന് വെച്ചാൽ അത് സ്കിൻ ക്വാളിറ്റി ഇമ്പ്രൂവ് ആവും. പഴയ ട്രീറ്റ്മെന്റ്സ് എന്താ ചെയ്യുക, സ്കിന്ന് ഡാമേജ് ആക്കുക ചെയ്യാം. പക്ഷെ നമുക്ക് മെലാസ്മ ട്രീറ്റ് ചെയ്യണ മരുന്ന് വേണം. ഇപ്പൊ നമ്മൾ ക്യാൻസർ നമ്മൾ കീമോ കൊടുക്കുമ്പോൾ ശരീരത്തിന് കേടല്ലേ, അതേപോലെ നമുക്ക് വേറെ വഴിയില്ല, ഇതേ ഉള്ളൂ, അങ്ങനെ കൊടുക്കും. പക്ഷെ ഇപ്പൊ പുതിയ ഇത് വെച്ച് നമുക്ക് സ്കിന്ന് ഡാമേജ് ചെയ്യാതെ നമുക്ക് ആളെ ഒരു ബെറ്റർ ഇതാക്കി കൊണ്ടുവരാം. അത് മെഡിക്കൽ. പിന്നെ നമുക്ക് കുറേ പ്രൊസീജിയറൽ ട്രീറ്റ്മെന്റ്സ് ഉണ്ട് ഇപ്പം. അത് നമുക്ക് ലേസർ ബേസ്ഡ് ഉണ്ട്, അതുപോലെ മീസോ പീൽസ്, മീസോ തെറാപ്പീസ്, അതുപോലെ സിറം ഇൻഫ്യൂഷൻസ് ഉണ്ട്, IPL ട്രീറ്റ്മെന്റ്, ഫോട്ടോ ഡൈനാമിക് തെറാപ്പി, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സോസോം ട്രീറ്റ്മെന്റ് ഉണ്ട്. അതൊക്കെ റീജനറേറ്റ് ചെയ്യാണ് ടിഷ്യൂ. അപ്പോൾ റിക്കറൻസ്, അതായത് മെലാസ്മ തിരിച്ചു വരാനുള്ള ഒരു ടെൻഡൻസി വരെ കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം ഡോക്ടർ ഇപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ കുറേ അധികം ട്രീറ്റ്മെന്റ് മെത്തേഡ്സിനെ പറ്റി ഇപ്പോൾ സംസാരിച്ചു. പക്ഷേ ഇത്രയൊക്കെ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇത്രയൊക്കെ നമുക്ക് ഫെസിലിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിലും ആൾക്കാർക്ക് പൊതുവെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആദ്യം ഒന്നും ഗൂഗിൾ ചെയ്ത് നോക്കുക, ഗൂഗിൾ സജസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഓൺലൈൻ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് വെരി ഫസ്റ്റ് സ്റ്റെപ്പ് ഇപ്പോൾ മെജോറിറ്റിയും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഓൺലൈൻ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്താണ്, അതിൻ്റെ ഇമ്പാക്ട് എത്രമാത്രം ഉണ്ട്? അത് നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു മേജർ ഇഷ്യൂ ആണിത്. കാരണം ഈ മെലാസ്മ എന്ന് പറഞ്ഞൊരു സ്കിൻ ഡിസീസാണ്, നമുക്ക് സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പം ഇത് ഈ ഓൺലൈൻ പ്രൊഡക്ട്സ് വന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ ആൾക്കാർ വളരെ ലേറ്റ് ആയിട്ടാണ് ഡോക്ടറെ അടുത്ത് എത്തണത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് ആക്നിയിൽ 5 വർഷം ഒരു ആക്നി ഉണ്ട്, മുഴുവൻ സ്കാറൊക്കെ. അവർ പറയും ഞങ്ങൾ ഇതുവരെ ഓൺലൈൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്തു, ഹോം റെമഡി യൂസ് ചെയ്തു, ഡു ഇറ്റ് യുവർ സെൽഫ് സജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് ചെയ്ത് ഒരു രക്ഷയില്ലാണ്ടാകുമ്പോഴാണ് ആൾക്കാർ വരിക. അപ്പം അവസാനം എന്തായാലും ഡോക്ടറെ അടുത്ത് എത്തേണ്ടി വരും. അപ്പോൾ അതുവരെ ഇവരെന്താ സംഭവിക്കുന്നത്, പ്രഷ്യസ് ടൈമാണ് നമുക്ക് പോണത്. അപ്പോൾ നമ്മൾ ഈ മെലാസ്മ എന്ന് പറഞ്ഞ ഡിസീസ് ശരിക്കും ഭയങ്കര കോംപ്ലിക്കേറ്റ്. നമ്മൾ കാണുമ്പോൾ 2 കറുത്ത പാടേ ഉള്ളൂ, പക്ഷെ അതിൻ്റെ ഉള്ളിൽ സംഭവിക്കാന്ന് വെച്ചാൽ കുറേ കോംപ്ലിക്കേറ്റ്. ഈ പിഗ്മെന്റ് മേലത്തെ ലെയറിന് ഏറ്റവും താഴത്തെ ലെയറിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഡോക്ടറെ അടുത്ത് വന്ന് കാണിച്ചത് എന്താ മാറാത്ത നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള എല്ലാം ചെയ്തത് മാറുന്നില്ല, എന്ത് ചെയ്യും? പിന്നെ ഹൈഡ്രോക്വിനോണുള്ള കെമിക്കലൊക്കെ കുറേ യൂസ് ചെയ്താൽ ഒക്രോണോസിസ് എന്ന് പറഞ്ഞാൽ റീബൗണ്ട് അതിൽ കറുത്തു പോവാണ്, അത് മാറ്റാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഇവര് പലതും ഈ കിട്ടുന്ന ഓൺലൈൻ നമുക്ക് ഇതിനകത്ത് എന്താണ് ഉള്ളതെന്ന്, ഇത് ഓൺലൈൻ്റെ ഒരു മെയിൻ ഇഷ്യൂ ഇതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഈ പ്രൊഡക്റ്റിനകത്ത് എന്താണുള്ളതെന്ന് കറക്റ്റ് ഉണ്ടാക്കുന്നവർക്ക് മാത്രമേ അറിയൂ. കോസ്മെറ്റിക് പ്രൊഡക്ട്സിന് അങ്ങനെ കൺട്രോൾ ഇല്ല. അപ്പൊ ഇതിൽ പലതിലും ചിലത് കുറച്ച് ഇറോഡ്. നമ്മൾ കോവിഡ് സമയത്ത് ഇത് ഏറ്റവും കൂടുതൽ കണ്ടത്, ഈ ഒരു കുഴപ്പമില്ലാത്ത ഈ പ്രൊഡക്ട്സ് വാങ്ങി തേച്ചിട്ട് നിർത്തുമ്പോൾ അവർക്ക് ഭയങ്കര റെഡ്നെസ്, ചൊറിച്ചിൽ, അത് സ്റ്റിറോയിഡ്സ് ഉള്ളതുകൊണ്ടാണ് ഇഷ്യൂ വരുന്നത്. ഇപ്പൊ റിസൾട്ട് കിട്ടാൻ വേണ്ടി പലതിനും അതായത് ലേബലിൽ വേണമെന്നില്ല, ചിലപ്പോൾ സ്റ്റിറോയിഡ് ആഡ് ചെയ്യും. വേറെ ഇപ്പൊ തന്നെ അറിയാം കുറെ റെയ്ഡ് നടന്ന ഹെവി മെറ്റലൊക്കെ കിഡ്നി പ്രശ്നം വന്നത്. ഇതിൽ റിസൾട്ട് കിട്ടുക, ഈ പ്രൊഡക്റ്റ് ചെലവാകാന്നുള്ള ഒരേ ഒരു ഉദ്ദേശം മാത്രമേ ഇത് സെല് ചെയ്യുന്നവർക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവര് റിസൾട്ട് കാണുമ്പോൾ ഇവർ പിന്നെ തേക്കും. അപ്പൊ എന്താ സംഭവിക്കുക, ഒന്ന് സ്കിന്ന് ഡാമേജ് വരും, പിന്നെ അവർക്ക് ഇത് വന്ന ഡാമേജ് മാറ്റണം, അസുഖം മാറ്റണം നമ്മൾ. പിന്നെ അവർ ഭയങ്കര ഡിപ്രസ്ഡാ ഇത് കഴിഞ്ഞിട്ട് വരും. അപ്പൊ പ്രഷ്യസ് ടൈം പോവും, അതൊന്ന്. പിന്നെ നമ്മളെ സ്കിന്ന് കൂടുതൽ ഡാമേജ് ആവും. പിന്നെ നമ്മൾ പലതിന്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇറങ്ങുന്നുണ്ട്. ഇപ്പം ഈ ഒറിജിനൽ സാധനം ചിലപ്പോൾ ഇവർ ഫാർമസിയിൽ നിന്ന് വാങ്ങിയ സാധനം, പിന്നെ ഇതിന്റെ കോപ്പീസ് കുറെ ഇറങ്ങുന്നുണ്ട് എല്ലാത്തിനും. ഈ കോപ്പീസ് തേക്കുന്നവർക്ക് എന്താ ഒരു കാര്യമില്ല, ഒരു പൈസ കൊടുത്ത് സാധനം വാങ്ങി തേക്കുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു സ്കിൻ ഡിസീസ് വരുമ്പോൾ ആ കറക്റ്റ് ടൈമിൽ ഡോക്ടറെ അപ്രോച്ച് ചെയ്താൽ ഉള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് എത്ര വേഗം മനസ്സമാധാനം കിട്ടുകയും ചെയ്യും, നമുക്കും എളുപ്പമാണ്. ആസ് എ കൺസൾട്ടന്റ് നമുക്ക് ഒരാളെ ട്രീറ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമോ. മറ്റേ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുമ്പോൾ അവർക്കും എന്താണെന്ന് മാറാത്തെന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ഇത് വേണമല്ലോ. ഇപ്പൊ ഈ നമ്മൾ ഈ ക്രീംസിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ഈ സ്റ്റെറോയിഡ് ക്രീംസ് ഇപ്പൊ ഫെയർനെസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതും അത് സീരിയസ് ആയിട്ടുള്ള വലിയ സൈഡ് എഫക്ട്സിലേക്ക് എത്തുന്നതൊക്കെ ഇപ്പം അവിടെ ഇവിടേക്ക് നമ്മൾ കേൾക്കുന്നുണ്ട്, പറഞ്ഞും കണ്ടും കേൾക്കുന്നുണ്ട്. സോ എന്തുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യണം ഒന്ന്, പിന്നെ അതിന് എത്രമാത്രം റിസ്ക് ഇൻവോൾവ് ആണ് എന്നുള്ളതും കൂടി ഒന്ന്. ഇതിപ്പോൾ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഡെർമറ്റോളജിസ്റ്റിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സ്റ്റിറോയിഡ് അബ്യൂസ് നമ്മൾ കോളേജുകളിൽ വരെ ക്യാമ്പയിൻസ് നടത്തിയില്ല, സ്റ്റിറോയിഡ് അബ്യൂസ് നിർത്താൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതിൻ്റെ ബേസിക് പ്രശ്നം എവിടെ തുടങ്ങുന്നതെന്ന് വെച്ചാൽ നമ്മളത് ഫാമിലീസ് നിന്നാണ് ഇത് തുടങ്ങുന്നത്. ഇപ്പോൾ ഒരു ഫാമിലിയിൽ ഒരു കുട്ടി കുറച്ച് ഡാർക്ക് ഉണ്ടാവും, അതിൽ ബാക്കിയുള്ളവർ വെളുത്ത്. നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, എല്ലാ ടൈപ്പ് കളറുള്ളവരുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല നമുക്കൊരു കളർ കിട്ടുന്നത് നമ്മളെ ലക്കിന് കിട്ടുന്ന. അപ്പോൾ പല ഡാർക്ക് കളർ ഉണ്ടാവും, ഫെയർ
ഹെയർ, അതിനൊന്നും ഒരു വാല്യൂ ഇല്ല. ബേസിക്കലി നമ്മൾ പറയുമ്പോൾ എന്താ ഒരു വാല്യൂ ഇല്ല, നമ്മൾ മെറിറ്റ് കൊണ്ട് കിട്ടുന്ന കാര്യമല്ല. പക്ഷെ ഒരു ഫാമിലിയിൽ കുട്ടീനെ ഇത് വരുമ്പോൾ തന്നെ ബാക്കിയുള്ളവർ പറയും ഇവള് മാത്രം. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വന്ന അവർ പറഞ്ഞ വെച്ചാല് വീട്ടിൽ പറയണത് കുറച്ച് കളറും കൂടി ഉണ്ട്, നല്ല ഭംഗിയുണ്ട് അവൻ. അപ്പൊ ഇവിടെ എയിം എന്താ, എങ്ങനെയെങ്കിലും എനിക്ക് കളർ കിട്ടണം. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഇവരെ മൈൻഡിൽ ഈ കോംപ്ലക്സ് കയറ്റി കൊടുക്കും. അപ്പൊ എങ്ങനെയെങ്കിലും ഇതൊന്ന് മാറാൻ വേണ്ടി ഇവരെന്ത് ചെയ്യും, കിട്ടണം എന്താ വെച്ചാൽ വാങ്ങും. അത് ഏറ്റവും നല്ല സാധനം സ്റ്റിറോയിഡാണ്. സ്റ്റിറോയിഡ് തേക്കുമ്പോൾ നമുക്ക് സൈഡ് എഫക്ട് സ്കിന്നിനേക്കാളും കൂടുതൽ വരുന്നത് നമ്മളെ മനസ്സിലാണ്. കാരണം സ്റ്റിറോയിഡ് തേക്കുമ്പോൾ ഒന്ന് സ്കിന്നിന്റെ കട്ടി കുറയും, കുരു വരും. ചിലർക്ക് കുരു അപ്പൊ കുറയും, പിന്നെ കൂടും. പിന്നെ എന്ത് അസുഖമുള്ള അത് കുറഞ്ഞ് പിന്നെ നല്ലോണം കൂടും. പിന്നെ മുഖത്ത് ഹെയർ വരിക, സ്കിൻ ഏജ് ചെയ്യുക, കൊളാജൻ പ്രൊഡക്ഷൻ കുറയും. പിന്നെ ഭയങ്കര അബ്നോർമൽ ലുക്ക്, അബ്നോർമൽ ആയിട്ടുള്ള ഒരു വെളുപ്പാണ്. നോർമൽ ഉള്ള ഒരു ഗ്ലോ അല്ലല്ലോ അത് തേക്കുന്നവർക്ക് കിട്ടുന്നത്. അപ്പൊ പിന്നെ നിർത്താൻ പറ്റില്ല. നിർത്തുമ്പോഴേക്കും നമ്മൾ ഈ ആൽക്കഹോൾ കഴിച്ച് ശീലിച്ച പോലെ നിർത്തുമ്പോൾ നമുക്ക് സ്കിന്നിന് അത് യൂസ് ടു ആയി. അപ്പൊ നിർത്തുമ്പോൾ സ്കിന്ന് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. ചൊറിച്ചിൽ വരിക, റെഡ്നെസ്, വെയിലത്ത് പോയാൽ കറുത്ത് പോവുക, കുറേ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഈ ഇഷ്യൂസ് എല്ലാം നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റിയാലും ട്രീറ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെ മൈൻഡ് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർ വരുന്ന ഭയങ്കര ഡിപ്രസ്ഡ് ഒന്ന്. പിന്നെ അവർ ഒരു സമയത്ത് നല്ല കളർ കണ്ട് സന്തോഷിച്ച ആൾക്കാരാണ്. കാരണം കളറ് പോയി, ഇത് തേച്ചു, കളറ് വന്നു. അപ്പൊ എല്ലാരും അപ്രീഷിയേറ്റ് ചെയ്യാം, നല്ല കളർ വന്നല്ലോ, ഇത് തേക്കാനും പറ്റുന്നില്ല, നിർത്താനും പറ്റുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവര് ഭയങ്കര ആങ്ഷ്യസാ, ഇവർക്ക് ഈ കളർ തന്നെ കിട്ടണം. അപ്പൊ പക്ഷെ അത് കുറച്ച് ടൈം എടുക്കും, നിർത്തണം. ഇങ്ങനെ പറയുമ്പോഴേക്കും അവരത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇനി ചെയ്താൽ തന്നെ അവർ ഭയങ്കര ആങ്ഷ്യസ്, എന്റെ കളർ പോയാൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ അങ്ങനെ പുറത്തിറങ്ങും. ബാക്കി നമ്മൾ സ്കിന്നിന്റെ പ്രോബ്ലം ട്രീറ്റ് ചെയ്താൽ മനസ്സ് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ സൈഡ് എഫക്ട് വരുന്ന മൈൻഡ് അവരെ പഠിത്തത്തിനെല്ലാം ബാധിക്കുകയാണ്. കുട്ടികൾ പഠിക്കുന്നില്ല, സോഷ്യലൈസ് ചെയ്യുന്നില്ല. അപ്പൊ മൊത്തത്തിൽ അവരെ ലൈഫിന്റെ ക്വാളിറ്റി എഫക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇത് അവയർനെസ് കൊടുക്കേണ്ട ഫാമിലീസ് വരെ. നമ്മൾ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു കമന്റ് ആയിരിക്കും, പക്ഷെ അത് എത്രത്തോളം മറ്റവരെ ബാധിക്കുന്നുണ്ട് നമ്മൾ ആലോചിക്കില്ല. അപ്പോൾ ഒരു വീടുകളിൽ അല്ല സ്കൂളുകളിൽ ഈ കളർ ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷനോ കമന്റ്സ്, എല്ലാ കളറും നല്ലതാണ്, സ്കിന്നിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, സ്കിന്ന് അത് ഹെൽത്തി ആയിട്ട് പോവാന്നുള്ളൊരു മെസ്സേജ് കുട്ടികളായിരിക്കുമ്പോൾ കിട്ടണം. ഇനി ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ഇപ്പോൾ മെലാസ്മ ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. അത് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം ഇത് എങ്ങനെ മാനേജ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ വറീഡായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അവർക്ക് കൊടുക്കാനുള്ളൊരു അഡ്വൈസ് എന്തായിരിക്കും? ഇപ്പം നമ്മൾ അഡ്വൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ടത് ഇതിന് വരുമ്പോൾ ഞാൻ പറഞ്ഞ പ്രോംപ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അത് നമ്മൾ കോവിഡ് വന്നപ്പോൾ എന്താ പറഞ്ഞത്, ഭയം വേണ്ട, ജാഗ്രത മതി. അതേപോലെ നമ്മൾ ടെൻഷൻ വേണ്ട, നമുക്ക് ജാഗ്രത മതി. നമ്മൾ ഇതിനെ പറ്റിയിട്ടൊരു ജാഗ്രത വേണം. നമ്മളെ സ്കിന്ന്, നമ്മൾ പലരും സ്കിൻ ഡിസീസ് എന്ന് പറയുമ്പോൾ വളരെ സില്ലി ആയിട്ട് ആൾക്കാർ എടുക്കുക. ജനറലി ഞങ്ങൾ ഇത് ആർക്കും ചികിത്സിക്കാം. ഇപ്പം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇത് ക്വാളിഫൈഡ് ഡെർമറ്റോളജിസ്റ്റ് ട്രീറ്റ് ചെയ്യേണ്ട ഒരു ഡിസീസാണ്. ഇപ്പം കുറേ അല്ലാണ്ടുള്ള സ്കിൻ എക്സ്പേർട്സും എസ്തെറ്റിക് ഫിസിഷ്യൻ, കോസ്മെറ്റോളജിസ്റ്റ്, പല പല ആൾക്കാർക്ക് അറിയില്ല ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇവർ പോയിട്ട് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഡോക്ടറെ അല്ലാത്തവരോ അല്ല ആരെടുത്തെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിൽ അഡ്വൈസിലൊക്കെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നോക്കേണ്ടത്, നിങ്ങൾ ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അവരൊരു ക്വാളിഫൈഡ് ഡെർമറ്റോളജിസ്റ്റ് ആണോ എന്നുള്ളത് ആദ്യം നോക്കുക. എന്നിട്ട് ആ പറഞ്ഞതിനനുസരിച്ച് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ റിസൾട്ട്സും ഒക്കെ ഒത്തിരി ബെറ്ററാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഓൺലൈൻ ഞാൻ ഓൾറെഡി പറഞ്ഞു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു പാറ്റേൺ എന്ന് വെച്ചാൽ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക. പ്രിവെൻഷന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കും. അത് ഈ ഫാമിലിയിൽ മെലാസ്മ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരാൾക്ക് അവരേറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. അമ്മയ്ക്ക് മെലാസ്മ ഉണ്ട്, മോള് അപ്പം തൊട്ട് സൺസ്ക്രീൻസ് റെഗുലറായിട്ട് വരുന്നത് വരെ നോക്കിയിരിക്കരുത്. അവർ കിച്ചണിൽ കയറും, മെലാസ്മ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അവർ റെഗുലറായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുക, സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുക. നമ്മൾ ഇനി ഓരോ വർഷം നമ്മുടെ ക്ലൈമറ്റ് മോശമായിക്കൊണ്ടിരിക്കുക അല്ലേ, അത് ഓരോ വർഷം കഴിയും തോറും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പം ഈ ടോപ്പിക്കൽ സൺസ്ക്രീൻ മാത്രം, നമുക്കിപ്പോൾ ഓറൽ സൺസ്ക്രീൻസ് വരെ അവൈലബിൾ ആണ്. ഇനി അങ്ങനെ പുറത്ത് പോയേ പറ്റൂ, ഔട്ട്ഡോർ ജോലിയുള്ളവർക്ക് ഓറൽ സൺസ്ക്രീൻസ് ഉണ്ട്. ഈ ടോപ്പിക്കലിൻ്റെ കൂടെ അത് യൂസ് ചെയ്യാം. അപ്പം പ്രിവെൻഷന് നമ്മൾ ചെറിയ പ്രായത്തിലെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ മെലാസ്മ വളരെയധികം കൺട്രോൾ ചെയ്യാം. പിന്നെ ട്രീറ്റ്മെന്റ് നമ്മൾ കറക്റ്റ് രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് മെയിൻ്റനൻസ് ഫേസ് ഉണ്ട്. അപ്പം നമ്മൾ ഇതെല്ലാം നിർത്തിയിട്ട് പഴയ രൂപത്തിലോട്ട് പോയി. അപ്പം അതും മെയിൻ്റനൻസ് ശ്രദ്ധിക്കുക. അതുപോലെ സ്കിൻ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. എപ്പോഴും ഒരു പ്രൊഫഷണൽ അഡ്വൈസ് സീക്ക് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇനി കുറേ ലേറ്റായി നമ്മൾ മിസ്യൂസ് ഒക്കെ ചെയ്ത് നമ്മൾ കുറേ ലാസ്റ്റ് ഡോക്ടറെ അടുത്ത് എത്തിക്കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പേഷ്യൻസ് കാണിക്കുക. എനിക്ക് അടുത്ത ആഴ്ച ഇത് മാറണം, ഒരു മാസം കൊണ്ട് മാറിയില്ല, 10 വർഷമുള്ള മെലാസ്മയായിരിക്കും.
അത് വന്നിട്ട് 1 മാസം കൊണ്ട് മാറണം എന്ന് അവർ മനസ്സിൽ ആഗ്രഹിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അവർ ഫ്രസ്ട്രേറ്റഡ് ആവും, ഇട്ടിട്ട് പോകും, വേറെ ഡോക്ടറെ അടുത്ത് പോകും. അപ്പം നമ്മൾ തന്നെ മനസ്സിലാക്കണം, ഇത് ഞാൻ കുറേ കാലം കൊണ്ടു നടന്നു, ഞാൻ കുറച്ച് ടൈം കൊടുക്കണം, ഞാൻ പറഞ്ഞ മരുന്ന് ശരിക്കും യൂസ് ചെയ്യണം. ആ ഒരു പേഷ്യൻസ് ഇല്ലെങ്കിൽ ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. മെലാസ്മ പണ്ട് വിചാരിച്ചാൽ പേടിക്കേണ്ട ഒരു അസുഖമേ അല്ല. ശരിക്കും ട്രീറ്റ് നമുക്ക് നോർമൽ രീതിയിൽ ആ ഒരു ഡിസീസ് ഉണ്ടെന്ന പ്രശ്നം പോലും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. ഇപ്പം നമുക്ക് അറിയുന്നതിലും കൂടുതൽ അറിയാത്ത കുറേ കാര്യങ്ങൾ ഡോക്ടർ ഇപ്പോൾ നമുക്ക് ഷെയർ ചെയ്ത് തന്നു. അപ്പോൾ ഷെയർ ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിൽ വെക്കുക. ഡോക്ടർ പറഞ്ഞ പോലെ ഇത്തരം കണ്ടീഷൻസ് വരുന്ന സമയത്ത് പാനിക് ആവാതെ ഉടനടി ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോവുക, വേണ്ട നിർദ്ദേശങ്ങൾ എടുക്കുക, ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എന്തായാലും താങ്ക് യു സോ മച്ച് ഡോക്ടർ, റെഡ് എഫ് എമ്മിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത്. താങ്ക് യു.